അഴിക്കുംതോറും കുരുക്കുകളേറുന്ന നിരവധി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നട്ടം തിരിയുന്ന മനുഷ്യൻ, സമാധാനത്തിൻ്റെ വികായസിൽ പറന്നുയരുവാൻ ആഗ്രഹിച്ചിട്ടും അസമാധാനത്തിൻ്റെ വേലിയേറ്റത്തിൽ അമർന്നുപോകുന്ന മനുഷ്യൻ, സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ താൽപ്പര്യമുണ്ടായിട്ടും പാപത്തിൻ്റെ അടിമത്തത്തിൽ വിമ്മിട്ടപ്പെടുന്ന മനുഷ്യൻ, ദൈവത്തോടടുക്കുവാൻ ശ്രമിച്ചിട്ടും പിശാചിൻ്റെ ബലിഷ്ഠ കരങ്ങളിൽ ഞെരിഞ്ഞമരുന്ന മനുഷ്യൻ, തൻ്റെ അന്തരാത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ പര്യാപ്തമെന്ന് കരുതി താൻ സമീപിച്ച പൊട്ടമരുവികളുടെ പൊട്ടിച്ചിരിയുടെ മുൻപിൽ തളർന്നവശനായി തീരുന്ന മനുഷ്യൻ, ഒരിറ്റാശയ്ക്കായി താൻ സമീപിച്ച പ്രത്യയ ശാസ്ത്രങ്ങളുടെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലിൻ്റെ മുൻപിൽ നിരാശനായി തലകുനിച്ചു നിൽക്കുന്ന മനുഷ്യൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നുകർന്നാസ്വദിക്കുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ നരകത്തിൻ്റെ വിശാലമായ വാതിലുകളിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യൻ, തൊണ്ടയിടറി കൺകൾ ഈറനണിഞ്ഞ് ഇടനെഞ്ച് കീറി വിളിച്ചു ചോദിക്കുന്നു, എന്നെ ആർ സഹായിക്കും? ഈ ചോദ്യത്തിൻ്റെ മുൻപിൽ മതങ്ങൾ കൈമലർത്തി നിസ്സഹായിയായി നിൽക്കുന്നു. പ്രത്യയ ശാസ്ത്രങ്ങൾ കടപുഴകി വീഴുന്നു. മതനേതാക്കന്മാരും ആചാര്യന്മാരും കണ്ണിൽ നോക്കി പകച്ചു നിൽക്കുന്നു. എന്നാൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ഉൽപ്പത്തി മുതൽ തലമുറകളിലൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ മറുപടി, കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നടുവിൽ കന്യകയുടെ മകനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവവും കർത്താവുമായ യേശുക്രിസ്തു മാത്രമാണ്. അവിടുന്ന് നമ്മുടെ സമാധാനവും സകല പ്രശ്നങ്ങൾക്കും പരിഹാരവും അന്തരാത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലവും ആത്മീയ വിശപ്പ് മാറ്റുന്ന ജീവന്റെ അപ്പവും സ്വർഗത്തിലേക്കുള്ള ഏക വഴിയും പാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും വിടുതൽ നൽകുന്ന ഏക രക്ഷിതാവ്, ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുന്ന ഏക മധ്യസ്ഥനും ആശയറ്റവർക്ക് പ്രത്യാശയുമാണ്. തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ സ്നേഹിച്ച് സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലോക ചരിത്രത്തിൽ ഇതുപോലെ പറഞ്ഞ ആരുണ്ട്? അവിടുന്ന് നിസ്തുലൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം കൊടുത്ത് ദൈവത്തോടവനെ അടുപ്പിച്ച് സമാധാനവും സ്വാതന്ത്ര്യവും പ്രത്യാശയും കൊടുത്ത് സ്വർഗത്തിൽ ദൈവത്തോടൊന്നിച്ച് എന്നേക്കും ഇരുത്തേണ്ടതിന് പാപമില്ലാത്തവനെങ്കിലും മനുഷ്യരുടെ പാപത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിനു സ്തോത്രം. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുവാൻ ഇടവരട്ടെ എന്ന് ഹൃദയംഗമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു. കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്ന ഏതൊരു വ്യക്തിയും തലകുലുക്കി സമ്മതിക്കുന്ന വസ്തുതയാണ് അത്. ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് അംഗീകരിക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. പാപമോചനം പ്രാപിക്കും. നിങ്ങളുടെ ജീവിതം അർത്ഥവും ലക്ഷ്യവുമുള്ളതായി തീരും. 32-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ക്രിസ്തു നിങ്ങളെ സഹായിപ്പാൻ മനസ്സുള്ളവനാണ്. നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം ഹൃദയംഗമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാൻ പാപിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ അങ്ങയെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. ഇങ്ങനെയൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യവാനായി മാറി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ചാണ്ടപ്പിള്ള.